നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2-3 വർഷം മുമ്പ് ഞാൻ മാൽദീവ്സ് ടീച്ചർ ജോബിനെ കുറിച്ച് കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു. ഈ വർഷം ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം മാൽദീവ്സിലേക്ക് ടീച്ചിങ് ജോബ് ആഗ്രഹിക്കുന്നവർക്ക്, പുതിയതായി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ 2023 മറ്റാണെന്ന് തോന്നുന്നു വീഡിയോസ് ചെയ്തത്. അപ്പോൾ അതിനിടെ ഇപ്പോഴും കമൻറ്റ് വരാറുണ്ട്. അപ്പം അതും കൂടെ കണ്ടിട്ടാണ് ഞാനന്ന് ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് പ്രയറായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു വെക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് എന്ത് ക്വാളിഫിക്കേഷനാണ് ടീച്ചിങ് ജോബ് ബന്ധപ്പെട്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മാൽദീവ്സ് വെക്കുന്ന ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചാൽ എനി ഡിഗ്രിയാണ് പറയുന്നത്. എനി ഡിഗ്രി എന്ന് പറയുമ്പോൾ ഡിഗ്രി ടു ദ റെലവൻറ്റ് സബ്ജക്റ്റ്. ഇപ്പം നിങ്ങൾ കെമിസ്ട്രി ടീച്ചറായിട്ടാണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡിഗ്രി ഇൻ കെമിസ്ട്രി ഉണ്ടായിരിക്കണം. സുവോളജി ആണെങ്കിൽ അല്ലെ ബയോളജി ആണെങ്കിൽ ബോട്ടണിയോ സുവോളജിയോ അങ്ങനെ ഉണ്ടായിരിക്കണം. അപ്പം റെലവൻറ്റ് ടു ദ സബ്ജക്റ്റ് ആണ് കേട്ടോ. ഇനി ഡിഗ്രി എന്ന് പറഞ്ഞാലും ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡിഗ്രിയാണ് അവർ പറയുന്നത്. ബി എഡ് ഈസ് നോട്ട് മാൻഡേറ്ററി എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബി എഡ് ഉണ്ടെങ്കിൽ ഇത് പ്ലസ് പോയിന്റ് തന്നെയാണ്. എബണ്ട് ഉണ്ടെങ്കിലും നല്ലതാണ്. പിന്നെ പി ജിയോ മാസ്റ്റേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഉള്ളത് നല്ലതാണ്. നമുക്ക് എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ പറയുന്നത് എനി ഡിഗ്രി ബി എഡ് ഈസ് നോട്ട് മാൻഡേറ്ററി. പക്ഷേ ബി എഡ് ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടാണ്. പാസ്പോർട്ട് നമ്പർ വെച്ചിട്ടാണ് ഓരോ കാൻഡിഡേറ്റിനെ അവർ മെയിനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻ്റർവ്യൂസൊക്കെ നടത്തുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സിൻ്റെ PDFs നിങ്ങളുടെ കയ്യിൽ വേണം. ഓൺലൈനായിട്ടാണ് നമ്മളിത് ഗൂഗിൾ ഫോം വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം PDFsൽ നമ്മളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് വേണം. അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. പിന്നെ വേണ്ടത് പാസ്പോർട്ടാണ്. അത് ഇമേജ് ഫോർമാറ്റിലായിരിക്കണം വേണ്ടത്. അപ്പം നമ്മളൊരു ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ഫോമാണ് നമുക്ക് തരുന്നത്. അതിൽ നമ്മളുടെ മെയിൽ ID, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അപ്പം നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ്, പിന്നെ ഈ പറഞ്ഞ പാസ്പോർട്ടൊക്കെ വേണം. കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ വേണം. അപ്പോൾ സർട്ടിഫിക്കറ്റിലെ ലെറ്റേഴ്സൊക്കെ ക്ലിയർ കട്ടായിട്ട് കാണണം. സെക്കൻഡ്, ഇതേപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ 2 പേജ്, ഒന്ന് ബയോഡേറ്റയും മറ്റേ ഇതിൻ്റെ നമ്മുടെ അഡ്രസ് പേജ് ഉണ്ടല്ലോ, അതിൻ്റെയും ഫോട്ടോസ് നമ്മൾ പിടിച്ച് നിൽക്കണം, അതെടുക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് മീൻസ് റെഡി ആയിട്ടിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇനി ഏത് ലെവലാണെന്ന് ചോദിച്ചാൽ സെക്കൻഡറി ലെവലുമുണ്ട്, ഹയർ സെക്കൻഡറി ലെവലുമുണ്ട്. സെക്കൻഡറി ലെവലിനെ നമ്മൾ O ലെവലെന്നും ഹയർ സെക്കൻഡറിയിലെ നമ്മൾ A ലെവലെന്നുമാണ് പറയുന്നത്. അപ്പം O ലെവലിലൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അവിടെ സയൻസ് എന്നായിരിക്കും പൊതുവിൽ വരുന്നത്. അപ്പോൾ സയൻസാണ് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഉള്ള എല്ലാവർക്കും, സുവോളജി, ബോട്ടണി ഉള്ള സയൻസ് ഡിഗ്രീസ് ഉള്ള എല്ലാവർക്കും സയൻസ് എന്നുള്ളതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ A ലെവലാണെങ്കിൽ അവിടെ സെപ്പറേഷൻ വരും. കെമിസ്ട്രി, ഫിസിക്സ്, ബോട്ടണി, സുവോളജി അല്ലെങ്കിൽ ഹിസ്റ്ററി, അങ്ങനെയൊക്കെ സെപ്പറേഷൻ വരും. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെക്കൻഡറിക്കും ഹയർ സെക്കൻഡറിക്കും എനി ഡിഗ്രി മതി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ ഫോം വഴി നമ്മുടെ റെസ്പോൺസ് നമ്മൾ സബ്മിറ്റ് ചെയ്തു ശേഷം ഇവരിതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം, അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ ഓഫ്ലൈനായിട്ട് നടക്കുന്നതുമുണ്ട്, ഓൺലൈനായിട്ട് നടത്തുന്നതുമുണ്ട്. ഓഫ്ലൈൻ ആണെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ വരികയും പല സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പം ട്രിവാൻഡ്രം, കൊച്ചിൻ, ചെന്നൈ അങ്ങനെയുള്ള സെൻറ്റേഴ്സിൽ അവർ നേരിട്ട് വന്ന് ഇൻ്റർവ്യൂ നടക്കും. പിന്നെ ഓൺലൈനും ഉണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയില്ല, ഓൺലൈൻ ഉള്ള ഇൻ്റർവ്യൂ ആണ്. ഓഫ്ലൈൻ ഇൻ്റർവ്യൂ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ വെരിഫൈ ചെയ്തിട്ട് നമ്മളവിടെ ഇരിക്കുന്നു. പിന്നെന്ന് പറയുന്നത് അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു റൂമിൽ നമ്മൾ സെലക്ട് ചെയ്ത ആൾക്കാരെല്ലാം കൂടെ കുറേശ്ശെ പേര് ചെല്ലുന്നു. അവിടെ നമുക്കൊരു പേപ്പറും ഒരു പെന്നും ഒരു സീറ്റും കാണും. പിന്നെ നമുക്ക് നറുക്കെടുപ്പ് പോലൊരു പാത്രത്തിലൊരു ഇത് ഒരു ബോക്സിൽ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ട് അതിനകത്ത് നിന്ന് എടുക്കാം. അതിലൊരു ക്വസ്റ്റ്യൻ കാണും. ആ ക്വസ്റ്റ്യന് നമ്മൾ ലഭിച്ചിരിക്കുന്ന പേപ്പറിൽ എന്ത് ചെയ്യുക, ഒരു 100 to 150 വേർഡ്സിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ എന്ത് ചെയ്യുക, അതിനുള്ള ആൻസർ എഴുതുക. അപ്പോൾ ആസ് എ ടീച്ചർ മിക്ക സൈക്കോളജിക്കലി ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോർമലി വരാറുള്ളത്.
അതിന് നമ്മൾ ആൻസർ എഴുതുന്നു. അതിനുശേഷം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണ്, ഇൻട്രാക്ഷനാണ്. അപ്പം ഓഫ്ലൈൻ ആണല്ലോ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ മാൽദീവ്സിലുള്ള മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനുള്ള ആൾക്കാർ ഒരു 3 പേര് കാണും. അതിൽ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചിലപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കേണ്ടി വരും. മോസ്റ്റ്ലി ഡെമോ ക്ലാസ് എടുക്കേണ്ടി വരും. അവർ പറയുന്ന ഏത് ടോപ്പിക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ് എടുക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഫോർ ആസ് എ സയൻസ് ടീച്ചർ, ഞാൻ സയൻസ് സബ്ജക്റ്റാണ് എൻ്റേത്. അതുകൊണ്ട് ഇൻ്റർവ്യൂ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സപ്പോസ് ഇപ്പോൾ അവർ അതിന് മുമ്പായിട്ട് സിലബസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിലബസിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇടയ്ക്ക്. കേംബ്രിഡ്ജ് സിലബസാണ് അവർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മാൽദീവ്സിൽ ഫോളോ ചെയ്യുന്നത്. CBSE അല്ല, അതായത് IGCSE കരിക്കുലമാണ്. അപ്പോൾ അതിൻ്റെ PDFs നമുക്ക് ഓൺലൈനിൽ കിട്ടും. അതാത് സബ്ജക്റ്റിൻ്റെ സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ സിലബസിൽ നിന്നായിരിക്കും സബ്ജക്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നത്. അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പോൾ ഫോട്ടോസിന്തസിസ്, പ്രോട്ടീൻ സിന്തസിസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. സയൻസ് ഫുഡ് ചെയിൻ എന്താണ്, ഉദാഹരണമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഒരു ഫുഡ് ചെയിൻ എന്താണെന്ന് ചോദിച്ചാൽ അത് നന്നായിട്ട് അപ്പോൾ അവർ ചോദിക്കും. ചിലപ്പം ബാക്ടീരിയയും വൈറസും നമ്മൾ ഡിഫറൻറ്റ് എന്താണ്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്തുകൊണ്ട് വൈറസ് വരുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു ജനറലായിട്ടുള്ള ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. സയൻസ് ആയതുകൊണ്ടാണ് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അപ്പോൾ നന്നായിട്ട് സിലബസ് തറവായിട്ട് പഠിച്ചു വെച്ചാൽ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചിലപ്പോൾ ഡെമോ ക്ലാസ്സിന് അവർ നമ്മളോട് പറയും ഒരു ഫോട്ടോസിന്തസിസിൻ്റെ ഇത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അങ്ങനെ ക്ലാസ് എടുക്കാൻ, അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അങ്ങനെ അതാണ് ഓഫ്ലൈനായിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ രീതി. ഇനി ഓൺലൈൻ ഇൻ്റർവ്യൂ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ സൂമോ അല്ലെങ്കിൽ സ്കൈപ്പോ ആ ഒരു ലെവലിലുള്ള, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഏജൻസി വഴിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഏജൻസിക്കാർ നമുക്ക് ആ ഓൺലൈനിലുള്ള ഇൻ്റർവ്യൂവിനുള്ള സജ്ജീകരണം അവർ ഒരുക്കും. അവരുടെ ആ ഓഫീസിൽ വെച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്തു തരും. ഒരു ബോർഡ് കാണും, ഒരു ടേബിൾ കാണും, ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും, ഒരു ഇയർഫോൺ മീൻസ് ഹെഡ്സെറ്റ് കാണും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് അവരെ കാണാൻ പറ്റത്തില്ല, അവർക്ക് പക്ഷേ നമ്മളെ കാണാം. അങ്ങനെയാണ്. അപ്പം അതും ഇതുപോലെ തന്നെ ഒരു അവിടെ പക്ഷേ മറ്റേ പേപ്പർ എഴുതുന്ന പരിപാടിയൊന്നുമില്ല. ഡയറക്റ്റുള്ള ഇൻ്റർവ്യൂ. ഈ ഫേസ് ടു ഫേസ് അല്ല, വെർച്വലാണല്ലോ. അപ്പം അവർ നമ്മളോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറയും. അപ്പോൾ നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു വെക്കുക. അതിനുശേഷം നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പുറകിലൊരു ബോർഡൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളോട് പറയും, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ അവിടെ തന്നെ വെച്ച് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഡെമോ ക്ലാസ് എടുക്കേണ്ടി വരും. ഈ രീതിയിലാണ് ഓൺലൈൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഏതൊക്കെ ഏജൻസിയാണ് വിശ്വസ്തമായിട്ടുള്ളതിൽ, ഏത് ഏജൻസി വഴി പോകാൻ സാധിക്കുമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ എല്ലാ വർഷവും മാൽദീവ്സിലേക്ക് ടീച്ചേഴ്സിൻ്റെ വേക്കൻസി വരുമ്പം സെയിം ഏജൻസികളായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഏജൻസികൾ മാറാം. എല്ലാ ഏജൻസികളും എല്ലാ വർഷവും ഉണ്ടാകണം എന്നില്ല. സീ വേൾഡ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് അവിടെ മാൽദീവ്സിൽ. അവരാണ് നമ്മുടെ നാട്ടിലുള്ള ഏജൻസികളിൽ കണക്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യാറുള്ളത്. അപ്പം ഇതിനകത്ത് ഞാൻ ഏജൻസിയെക്കുറിച്ച് പറയണോ? നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ കമൻസിൽ എന്നെ റിപ്ലൈ തരാം. എല്ലാ വർഷവും ഒരേ ഏജൻസികളല്ലല്ലോ. പിന്നെ സർവീസ് ചാർജ് ഉണ്ട്, തീർച്ചയായിട്ടും എല്ലാ ഏജൻസികൾക്കും സർവീസ് ചാർജ് ഉണ്ട്. അത് എത്രയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നാലേ ഞാനതിനനുസരിച്ചുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം മാൽദീവ്സിൽ തന്നെയല്ല, ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്യുന്നവർ നല്ല ജോലി എല്ലാവർക്കും കിട്ടട്ടെ. അതുപോലെ തന്നെ PSC ഒക്കെ ഉണ്ട്, കേരള PSC ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. HSA, UPSA ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ എല്ലാ വഴികളും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം എല്ലാവർക്കും നല്ല ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.